ഇവർ വളരെ സ്വാഭാവികം എന്നോണമാണ് ഈ ലഹരി ഉപയോഗത്തെ ഇവർ എക്സൈസ് സംഘം സമീപിച്ചപ്പോഴും ഈ 3 പേരും സിനിമാ മേഖലയിലെ പ്രമുഖരാണ്, പിടിയിലായ 2 സംവിധായകരാണ്. അതിനാൽ തന്നെ ഈ 2 സംവിധായകരും ഒപ്പമുണ്ടായിരുന്ന ഷാലിഫ് എന്നയാളും വളരെ സ്വാഭാവികമായി ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ മറ്റു പ്രത്യേകതകളൊന്നുമില്ല എന്ന പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ആയതിനാൽ തന്നെ നേരത്തെ കണ്ട ദൃശ്യങ്ങളിലെല്ലാം കാണാം അവർ ഈ നടപടികളോട് വളരെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു 5:30 കൂടിയാണ് എക്സൈസിന്റെ ഈ ഓഫീസിൽ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ അവർ ഇറങ്ങി പോകുന്നത്. എന്തായാലും ഈ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. എത്ര ന്യൂസുകളാണ് നമ്മൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു, അല്ലാതെ സാധാ കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ന്യൂസാണ് നമ്മളിവിടെ കാണുന്നത്. പിടിക്കും ഇറങ്ങിപ്പോവും. ഇതിനൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ സത്യം പറഞ്ഞല്ല. നമ്മുടെ വീടിന്റെ തൊട്ട ഇലകത്തുള്ള അവിടെ ചെന്ന് നോക്കിയാലും ചിലപ്പോൾ അവിടെയും കാണും ഒരു കഞ്ചാവ് വലിക്കുന്ന ആൾ. നമ്മൾ അത്രയും സുലഭമായിട്ട് ഈ കേരളത്തിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. പണ്ട് മുതലേ ഉണ്ട്. ഇത് ആദ്യമായിട്ടല്ല കഞ്ചാവ് ഇവിടെ ഉള്ളത്. ഇവിടെ മദ്യം കൊടുക്കുന്നില്ലേ ബിവറേജ് ഔട്ട്ലെറ്റ് വഴി. മദ്യത്തിന് അത്രയും ഫേറ്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ അത്രയും ബ്രൂട്ടലുള്ളൊരു സാധനമല്ല കഞ്ചാവ്. ഇതുപോലത്തെ ലഹരികൾ നിർത്തലാക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് പൊതുജനങ്ങൾക്ക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ഒരിക്കലും നിർത്തലാക്കാൻ പറ്റില്ല. ഇത്രയും നാളായിട്ടുള്ള, പണ്ട് മുതലേ ഉള്ള ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വസ്തു നമ്മൾ എങ്ങനെയാണ് നിർത്തലാക്കും? ഈ പിടിച്ചത് കൊണ്ടും പിടിച്ചിട്ട് ജാമ്യം കൊടുത്ത് വിടും, അല്ലെങ്കിൽ പിടിച്ചിട്ട് ന്യൂസ് ഇടും. അപ്പോൾ ആൾക്കാരെ പബ്ലിക്കലി നമ്മൾ അവരെ മോശമായിട്ട് കാണും. നമ്മളിത് എന്താണ് ഈ മോശമായിട്ട് കാണുന്നത്? ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം ഇതിനേക്കാളും മാരകമായിട്ടുള്ളൊരു സാധനമാണ്. ഒന്ന് ഇതിനെ ലീഗലൈസ് ചെയ്തിട്ട് ഗവൺമെന്റിന്റെ കൺട്രോളിൽ അവരെ അണ്ടറിൽ ഇത് കൊണ്ടുവന്ന് ഇത് ലീഗലൈസ് ചെയ്ത് വിൽക്കുക. അപ്പോൾ ലാഭവും കിട്ടും, ആവശ്യക്കാർ വേണമെന്നുള്ളൊരു വലിക്കുകയും ചെയ്യും, ഇല്ലാത്തൊരു വലിക്കണ്ട. അങ്ങനെ ആവും. ഇത് ചുമ്മാ ഇല്ലീഗലാക്കി വെക്കുമ്പോൾ ഇതിന്റെ അളവ് കൂടെയുള്ളൂ. ഇത് എല്ലായിടത്തും ഇത് വ്യാപിച്ചിട്ടുമുണ്ട്. സാധനം മൊത്തവും കേരളത്തിൽ എവിടെയുണ്ട്. എന്നാൽ കുറേ ന്യൂസും പ്രവർത്തനം അല്ലാതെ ഒരു എഫക്റ്റീവ് സൊല്യൂഷൻ ഇവിടുത്തെ ഒരു എടുക്കുന്നില്ല. എത്ര നാൾ നമ്മളിതിന് എഫക്റ്റീവായിട്ടൊരു സൊല്യൂഷൻ എടുക്കാതെ നമ്മൾ ചുമ്മാ കിടന്ന് ഇതിന് ബോധവൽക്കരണം കൊടുത്താലും നാളെയും വളർന്നുവരുന്ന കൊച്ചു പിള്ളേരുൾപ്പെടെ ആൾക്കാർ ഇത് ഇല്ലീഗൽ മാഫിയ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് അവരിതിനെ ഭയങ്കരമായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോയി ആൾക്കാരിലേക്ക് എത്തും. ഉപയോഗം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലീഗലാക്കി കഴിഞ്ഞാൽ സർക്കാരിനാണ് ഇതിന് ലാഭം. അപ്പോൾ ഇത് ലീഗലാക്കാൻ പറ്റാത്തൊരു വസ്തു അല്ല. ലീഗലാക്കാത്തതിന് കാരണം മാഫിയയ്ക്ക് സർക്കാരിന് മുകളിലുള്ള പവറല്ലേ. അപ്പം അവരിത് ലീഗലാക്കാൻ സമ്മതിക്കാത്തതാണ്. അപ്പോൾ സർക്കാരും ഗവൺമെൻറ്റും ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇത് എന്തുകൊണ്ട് ഈ സാധനം ഇങ്ങനെ നമ്മൾ വീണ്ടും എന്നും വിടുന്നു. സിനിമയിലും അവിടെ ഇവിടെ എല്ലായിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇന്ന വ്യക്തിയാണെന്നൊന്നുമില്ല. എത്രയോ കവിതകളും കഥകളും കഞ്ചാവിനെ പറ്റിയ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഉള്ളൊരു സാധനമല്ലേ.